എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M1100 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ എപ്സൻ്റെ ഒഫീഷ്യൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയ സ്പെസിഫിക്കേഷൻ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ വരുന്ന ഇങ്ക് ഏതാണെന്നുള്ളതൊക്കെ ഇവിടെ ബോക്സിൽ തന്നെ കൊടുത്തതായിട്ട് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂസർ ഗൈഡ് വായിച്ച് നോക്കണം എന്നുള്ളത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും USB കേബിൾ, അതേപോലെ ഇങ്ക് ബോട്ടിൽ എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അത് മാറ്റി വെക്കുക. 005 സീരീസ് ഇങ്കാണ് വരുന്നത്. അത് മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് ഈ പവർ കേബിളാണ്. പ്രിൻ്ററിലേക്ക് പവർ എത്തിക്കുന്ന കേബിളാണത്. ഇതാണ് യൂസർ ഗൈഡും അതേപോലെ ഡ്രൈവർ സീഡും എല്ലാം വരുന്നൊരു പാക്കേജാണത്. അതിൽ ടോൾ ഫ്രീ നമ്പർ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ വിളിച്ചാണ് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ മസ്റ്റായിട്ട് ബുക്ക് ചെയ്യണം. ഇനി ബോക്സിൽ നിന്ന് ഈ പ്രിൻ്റർ പുറത്തോട്ട് എടുക്കാം. അതിനു മുമ്പ് 2 തെർമോകോൾ പീസുകൾ റിമൂവ് ചെയ്യണം. ബോക്സിൽ നിന്ന് പ്രിൻ്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആദ്യം കവർ ഒഴിവാക്കാം. കവർ ഒഴിവാക്കിയതിന് ശേഷം ഈ കാണുന്ന സ്റ്റിക്കർ ഉണ്ടല്ലേ, ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് ഫുള്ള് റിമൂവ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഒരിക്കലും പ്രിൻ്റർ ടേൺ ഓൺ ചെയ്യാൻ പാടില്ല, അതായത് പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1 by 1 ആയിട്ട് ഞാൻ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബ്ലൂ സ്റ്റിക്കർ ഏകദേശം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ മോഡലിന് മറ്റേ ആപ്സിൻ്റെ പ്രിൻ്ററിനെ അപേക്ഷിച്ച് ആദ്യം ഇങ്ക് ഫില്ല് ചെയ്യുകയല്ല വേണ്ടത്. ഇത് കമാൻഡ് ചെയ്തിട്ട് മാത്രമേ ഇങ്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പവർ കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ പ്രിൻ്റർ ഒന്നുകൂടി പ്രസ് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്ത സമയത്ത് പ്രിൻ്റർ ഓൺ ആയിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ഇങ്ക് ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നൊരു കമാൻഡ് വരും. ആ സമയത്ത് മാത്രമേ ഇങ്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരത്തെ ലോഡിങ്ങിന് ശേഷം ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത് വലിയ എററൊന്നുമല്ല. ഫസ്റ്റ് ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമാൻഡ് വന്നതാണ്. അതിന് ഞാൻ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുക. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, ഇവിടെയാണ് ഇങ്കിൽ ഈ ഡോർ കണ്ടില്ല, ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇങ്ക് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ പ്രൊസീജിയറിൽ തന്നെ അത് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ ഇങ്ക് വരുന്ന ഈ ക്യാരേജ് യൂണിറ്റ് ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്യാൻ വലിച്ചെടുക്കാൻ പാടില്ല. അതേപോലെ കാണിക്കുന്ന ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം ഇതേപോലെ ക്യാരേജ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് റൈറ്റിൽ വന്ന് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് ആ കമാൻഡ് കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൂ ടോപ്പ് ഒരിക്കലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. 005 സീരീസ് ഇങ്കാണ് ഈ മോഡലിന് വരുന്നത്. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ഇങ്ക് ഇതിൽ ഫില്ല് ചെയ്യരുത്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വാറൻറ്റി കട്ടാവുന്ന മാത്രമല്ല, നിങ്ങളുടെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. ഇങ്ക് ഇവിടെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് ടാങ്കിൽ കണ്ടില്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ടാങ്ക് ഫുള്ളായിട്ടുണ്ട് എന്നാണ്. ഏകദേശം ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്ന് പുറത്തോട്ട് ഇങ്ക് ആയിരുന്നു, അപ്പോൾ അതൊന്ന് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഈ ബ്ലൂ ടോപ്പ് അതേപോലെ ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യണം 5 സെക്കൻഡ്.
അങ്ങനെ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരേജ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താണ്ട് അവിടെ തന്നെ ലോക്കായിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. കണ്ടില്ലേ? ഇനി അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും പവർ ലൈറ്റ് ഓഫ് ചെയ്യാണ്ട് ആ ലൈറ്റ് ഓൺ ആവുന്നു. അങ്ങനെ മാറി മാറി ഫ്ലാഷിങ് നടക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രീൻ ലൈറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കും. അങ്ങനെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻറ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ സമയത്ത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.